ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ഒരു കപ്പയും മുട്ടയും തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് 2-3 പ്രാവശ്യം അതൊന്ന് കഴുകിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിലിന് ശേഷം നമ്മുടെ കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുട്ടയുടെ പച്ചമണം ഒന്ന് മാറണ വരയ്ക്ക് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റിയുള്ള ഒരു കപ്പയും മുട്ടയും തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.